എയർ ഷോയ്ക്കിടെ 2 US വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇഡാഹോയിലെ മൗണ്ടൻ ഹോം എയർഫോഴ്സ് ബേസിൽ നടന്ന വ്യോമ പ്രദർശനത്തിനിടെയാണ് 2 US യുദ്ധവിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വ്യോമത്താവളം പൂട്ടിയിടാനും ബാക്കിയുള്ള എല്ലാ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ റദ്ദാക്കാനും അധികാരികൾ തുനിഞ്ഞത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:30 ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇഡാഹോയിൽ നടന്ന ഗൺ ഫൈറ്റർ സ്കൈസ് എയർ ഷോയ്ക്കിടെയാണ് ഈ സംഭവം. കൂട്ടിയിടിയെ തുടർന്ന് അടിയന്തര പ്രതികരണ സംഘങ്ങൾ സ്ഥലത്തേക്ക് കുതിച്ചു. അതേസമയം അപകട സ്ഥലത്തിന് സമീപം കട്ടിയുള്ള കറുത്ത പുക ഉയരുന്നത് കാണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പ്രാദേശിക മാധ്യമ റിപ്പോർട്ട് പ്രകാരം അപകടത്തിൽപ്പെട്ട വിമാനം 2 EA-18G ഗ്രൗളർ വിമാനങ്ങളാണ്. അത് യുദ്ധവിമാനങ്ങളാണ്. കൂട്ടിയിടിയെ തുടർന്ന് വ്യോമത്താവളത്തിന് പുറത്ത് ഏകദേശം 2 മൈൽ അകലെയാണ് ജെറ്റുകൾ തകർന്നു വീണത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2 സൈനിക വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിച്ച് വേർപിരിയുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ 4 പാരച്യൂട്ടുകൾ നിലത്തേക്ക് ഇറങ്ങുന്നത് കാണാമായിരുന്നു. ഇത് ക്രൂ അംഗങ്ങൾ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയതിന്റെ സൂചനയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇഡാഹോ സ്റ്റേറ്റ്സ്മാൻ പത്രം പറയുന്നതനുസരിച്ച് 2 യുദ്ധവിമാനങ്ങളിൽ ഉണ്ടായിരുന്ന 4 ജീവനക്കാരും അപകടത്തിന് മുമ്പ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയതായി പരിപാടിയിൽ പങ്കെടുത്ത ഒരു അനൗൺസർ സദസ്സിനെ അറിയിച്ചു. മൗണ്ടൻ ഹോം എയർഫോഴ്സ് ബേസിന് സമീപം നടന്ന വ്യോമ പ്രകടനത്തിനിടെ 2 സൈനിക വിമാനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് 4 ക്രൂ അംഗങ്ങൾ വിജയകരമായി രക്ഷപ്പെട്ടതായി US നാവികസേന പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.